ഗോഡ്സെ പ്രകീർത്തനം നടത്തിയ NIT പ്രൊഫസർ ഷൈജ ആണ്ടവൻ ഇന്ന് ജോലിയിൽ തിരികെ പ്രവേശിക്കും. അവധി കാലാവധി ഇന്നലെ അവസാനിച്ചു. കഴിഞ്ഞ ദിവസം അധ്യാപികയ്ക്കെതിരെ വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെ സംഘർഷമുണ്ടായിരുന്നു. ഷഹദ് റഹ്മാൻ കോഴിക്കോട് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഷഹദ്, ഈ അധ്യാപക തിരികെ എത്തുന്നു, പ്രതിഷേധമുണ്ടാകുമോ? കൂടാതെ പോലീസിന്റെ അടക്കം ഇവർക്കെതിരെയുള്ള അന്വേഷണം എവിടെ വരെ എത്തി? അധ്യാപിക ഇന്ന് ജോലിയിൽ തിരികെ പ്രവേശിക്കും എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ട്. അല്പസമയം മുൻപ് നമ്മൾ തന്നെ അധ്യാപികയെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ അവരോട് പല കാര്യങ്ങൾ ചോദിച്ചെങ്കിലും നോ കമന്റ്സ് എന്നൊരു മറുപടി മാത്രമാണ് നൽകിയിട്ടുള്ളത്. അധ്യാപികയുടെ അവധി കാലാവധി ഇന്നലെ അവസാനിക്കുകയാണ്. തുടർന്നാണ് ഇന്ന് ജോലിയിൽ പ്രവേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ നടപടികൾ എന്ന് പറയുന്നത്, പോലീസ് ഇതുവരെ അധ്യാപികയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. കാരണം പലതവണ പോലീസ് NITയിൽ എത്തിയെങ്കിലും അധ്യാപിക അവധിയിലായതുകൊണ്ട് തന്നെ മൊഴി രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് അധ്യാപിക തിരികെ എത്തുമ്പോൾ മൊഴി രേഖപ്പെടുത്താൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയാണ് പോലീസ് വെച്ചു പുലർത്തുന്നത്. അതോടൊപ്പം പ്രതിഷേധത്തിനുള്ള സാധ്യതയുമുണ്ട്. നമ്മൾ ഇന്ന് വിദ്യാർത്ഥി സംഘടനകളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ വിദ്യാർത്ഥി സംഘടനകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് അധ്യാപിക തിരികെ എത്തുമോ എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല. പക്ഷേ അതേ സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്കറിയാം NITക്കുള്ളിൽ നിന്നായിരുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് പുറത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചത് KSU, അതുപോലെ തന്നെ SFI, ABVP ഉൾപ്പെടെയുള്ള സംഘടനകളായിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ടായിരുന്നത് NITക്ക് അകത്ത് ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ തന്നെയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ അത്തരത്തിലുള്ള പ്രതിഷേധം പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് കുന്നമംഗലം പോലീസ് ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഏകദേശം കുറച്ചധികം പോലീസുകാരെ ഇവിടെ ഡ്യൂട്ടിയിൽ ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ CI ഉൾപ്പെടെയുള്ള ആളുകൾ അല്പസമയം മുൻപ് ഇവിടെ ഉണ്ടായിരുന്നു. അത് പ്രധാനമായിട്ടും CI ഉൾപ്പെടെയുള്ള ആളുകൾ നോക്കുന്നത് ഇന്ന് അധ്യാപിക തിരികെ എത്തുമോ എന്നുള്ള കാര്യമാണ്. അങ്ങനെയാണ് എത്തുകയാണെങ്കിൽ മൊഴി രേഖപ്പെടുത്തണം. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധത്തിനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതിനെ തടയിടാനുള്ള ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് NITയുടെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട എന്താണ് സ്ഥാപനത്തിന്റെ നിലപാട് എന്നത് സംബന്ധിച്ചും ഇന്ന് പുറത്തു വരും എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇതിനോടകം തന്നെ NIT ഈ അധ്യാപികയോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഈ അധ്യാപിക ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ വിഷയത്തിൽ NITയുടെ നിലപാട് എന്തായിരിക്കും എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയും ഇന്ന് വൈകിട്ടോടുകൂടി പുറത്തുവരും. വേണം. ഷഹദ് റഹ്മാനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.